യെസ്, സംഭവിക്കട്ടെ. ദൈവശക്തി, ഒരു പുതിയ അഭിഷേകം, ദൈവത്തിന്റെ കരുണ ദൈവമക്കളിലേക്ക് വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി കൈയടിച്ചോ. എല്ലാ ശാപങ്ങളും, എല്ലാ പീഡകളും, എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. മരണത്തെ ജയിച്ചവനെ ആശ്രയിക്കുന്നു. നിന്റെ കരുണയിൽ ഈശോയേ, ആമേൻ. പാടിയേ, ഈശോയേ ഈശോയേ ഈശോ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ യേശുവേ, തിരുരക്തക്കടലിൽ മുക്കണമേ, ആമേൻ. കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തകോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. ആമേൻ. കഴുകണമേ, കാക്കണമേ. കരങ്ങൾ ഉയർത്തി ഈശോ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ ഈശോയേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ എന്നൊന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കർത്താവേ, കാലാകാലങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന സകല തിന്മയുടെ കെട്ടുകളും അഴിയപ്പെടട്ടെ. കാലാകാലങ്ങളായിട്ടുള്ള സകല പൈശാചിക പീഡകളും അഴിയട്ടെ. ദൈവത്തിനാത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. The mighty anointing, the mighty power ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ഇരുന്നേ. നിയമാവർത്തന പുസ്തകം, ബൈബിൾ തുറന്നോ. നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം, അതിൻ്റെ 11 മുതലുള്ള വചനങ്ങൾ. നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം, അതിൻ്റെ 11 മുതലുള്ള വചനം. അതിനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാമോ? നിയമാവർത്തനം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, ചാപ്റ്റർ 27 വേഴ്സ് 11. അതിനൊരു ഹെഡിങ് എന്താണ്? 12 ശാപങ്ങൾ. എത്ര ശാപം? 12 ശാപങ്ങൾ. കേഴ്സ്, ശാപം, കേഴ്സ്. ചില മേഖലകളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഈ വചനഭാഗം നമ്മൾ വായിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, നമ്മൾ ജീവിക്കുന്ന മണ്ണിൽ, നമ്മുടെ തലമുറകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാപപീഡകളാൽ നമ്മൾ വലയുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതിൻ്റെ നാരായ വേരുകൾ അറിയുന്നത്, പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ബൈബിളിൽ നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങളിൽ 12 ശാപങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ 12 ശാപങ്ങൾ പെട്ടെന്ന് നമ്മളൊന്ന് പരാമർശിച്ചു പോകും. എന്തിനെന്നറിയാവോ? നമ്മളായിട്ടല്ല, നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഇപ്രകാരം ഏതെങ്കിലും പാപപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ധ്യാനിക്കുവാൻ, ഒരുപക്ഷെ നമ്മൾ കേട്ടറിഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ മേഖലകളിൽ അനുതാപത്തിന് വേണ്ടി, ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഈ വിഷയം ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ ശ്രദ്ധിച്ച് വായിക്കാം. 12 ശാപങ്ങളിൽ ഒന്നാമത്തെ ശാപത്തെ നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 15-ാം തിരുവചനമാണ് പഠിപ്പിക്കുന്നത്. വായിച്ചാലോ? 27, ചാപ്റ്റർ 27 വേഴ്സ് 15, 27-ന്റെ 15. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിച്ച്
ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും. അല്ല, നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 15-ാം തിരുവചനം ശ്രദ്ധയോടെ വായിക്കുന്നു. കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കണ്ടോ, ഒരു ശാപപീഡയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ശാപത്തെ വചനം പഠിപ്പിക്കുന്നു. കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ്. ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹപ്രതിഷ്ഠ. ശ്രദ്ധിച്ചോണം, വിഗ്രഹപ്രതിഷ്ഠ. ഇതിപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ല, മറിച്ച് നമ്മളിപ്പോൾ ജീവിക്കുന്ന കുടുംബ പശ്ചാത്തലങ്ങളിൽ മുൻ തലമുറകളിൽ അപ്രകാരം സത്യദൈവത്തെ ആരാധിക്കാതെ മറ്റേതെങ്കിലും ദൈവത്തെയോ ദേവന്മാരെയോ ആരാധിക്കുകയോ അപ്രകാരമുള്ള പ്രവൃത്തികളിലൂടെ പോവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ, വിലയിരുത്താൻ വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു സമയമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 3-ാം തിരുവചനം. ഒന്നാമത്തെ കൽപ്പന തന്നെ അതാണ്. എന്താണ് ഒന്നാമത്തെ കൽപ്പന? ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം വളരെ വ്യക്തമാണല്ലോ. സത്യദൈവത്തെ ആരാധിക്കാതെ മറ്റേതെങ്കിലും ദേവീ ദേവന്മാരെ ആരാധിക്കാനോ പ്രണമിക്കാനോ അവയുടെ പുറകെ പോവുകയോ കാര്യം സാധിക്കാൻ വേണ്ടി പോവുകയൊക്കെ ചെയ്താൽ അപകടം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കുടുംബത്തിൻ്റെ കാര്യം ഓർത്തോണം. ശരീരത്തിലെ അലർജി രോഗവും കുടുംബത്തിലെ പ്രശ്നവും മാറാൻ വേണ്ടി ആരുടെ പുറകെ പോയി ഇപ്പോൾ എന്താണ് അവസ്ഥയെന്നറിയാവോ? വലിയ സങ്കടകരമായ അവസ്ഥയിലിരിക്കുന്നു. ഇത് പലതരത്തിൽ ചില കുടുംബങ്ങളിലുണ്ടാവും. സാമ്പത്തിക വളർച്ചയുണ്ടാകാൻ ചില വിഗ്രഹങ്ങളൊക്കെ വീട്ടിൽ മേടിച്ചു വയ്ക്കാം, ചില സാധ്യതകളുണ്ട്. ചില കടകളിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരു കൊടവയറുള്ള ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഭാഗ്യം ഉണ്ടാകുന്നവരാണ്. ഭാഗ്യം ചില വീടുകളിലൊക്കെ കൊണ്ടത് വെച്ചിട്ടുണ്ട്. വീട്ടിൽ വലിയ സമ്പത്തുണ്ടാകാൻ വേണ്ടി ചില ചെടികളൊക്കെ കൊണ്ടുവയ്ക്കും, സമ്പത്തുണ്ടാകാൻ വേണ്ടി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്രകാരം വസ്തുക്കളിൽ ആശ്രയിച്ച് നിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയാ. ഒരു പക്ഷേ ട്രെൻഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഫാഷൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, യൂട്യൂബിൽ അങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരും അല്ലേ? ചില പരസ്യത്തിൽ കണ്ടു കയ്യിൽ ഭാഗ്യമോതിരം ഇട്ടാൽ, ചില മോതിരത്തിൻ്റെ പ്രത്യേകതയാണ് ഭാഗ്യമോതിരം. ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും, അഡ്രസ്സ് വേണമെങ്കിൽ പറഞ്ഞു തരാം അല്ലേ? ഭാഗ്യമോതിരം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭാഗ്യം വരുമെന്നാണ്. ഭാഗ്യം. ഇഷ്ടം പോലെ തട്ടിപ്പുകളുണ്ട്, അതിൻ്റെ പുറകെ പോയേക്കരുത്. ചില ആളുകളുടെ മെയിൻ പരിപാടി തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലേ, ഭാഗ്യം കിട്ടും. ധന ഭൈരവ യന്ത്രം കുറേ നാളുകൾക്ക് മുമ്പ് അങ്ങനെ നാട്ടിലൊക്കെ ഇറങ്ങിയതാണ്. ധനം ഉണ്ടാകാൻ നല്ലതാണ്, ധനമുണ്ടാകും, സമ്പത്തുണ്ടാകും, ആരോഗ്യം ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് ചില സാധനങ്ങൾ. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിച്ചേ, വീട് വെഞ്ചരിപ്പിൻ്റെ അന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്ന സമ്മാനങ്ങളെല്ലാം തന്നെ വീടിൻ്റെ മുൻവശത്ത് പ്രതിഷ്ഠിക്കണമെന്ന് നിർബന്ധമില്ല. കേട്ടോ ആവോ? ഇപ്പം നിങ്ങൾക്ക് പലരും കൊണ്ട പല സമ്മാനങ്ങൾ തരും. പട്ടിയുടെയും പൂച്ചയുടെയും കടുവയുടെയും സിംഹത്തിൻ്റെ രൂപങ്ങളും പാമ്പും തേളും പല രൂപങ്ങളും. എന്നാൽ ഇത് വിലയുള്ളതാണല്ലോ. അവർ അമേരിക്കയിൽ പോയി കൊണ്ടുവന്നതാണ്, ഗിഫ്റ്റാണ്. ഇരിക്കട്ടെ, വീടിൻ്റെ അകത്ത് കൊണ്ട പാമ്പിൻ്റെ രൂപം വെക്കണോ? സിംഹത്തിൻ്റെയും കടുവയുടെ രൂപങ്ങൾ വെക്കണോ? പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, ഈ തിന്മ ഈവിൾ സ്പിരിറ്റാണ്. ഈവിൾ സ്പിരിറ്റിന് ഒരു ഒബ്ജക്റ്റിലാണ് എപ്പോഴും ഇരിക്കേണ്ടത്. എന്തെങ്കിലും ഒരു സാധനങ്ങൾ എപ്പോഴും ഉണ്ടാവണം. അതിൻ്റെ അകത്തേക്ക് ആ തിന്മ കുടിയിരിക്കും. പലപ്പോഴും പല വീടുകളിലും കാണുന്നൊരു കാഴ്ച, അവിടുന്ന് കിട്ടിയതാണ് ഇവിടുന്ന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള പല സാധനങ്ങളും, പ്രത്യേകിച്ച് കാണാൻ കൗതുകമൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ജീവിക്കുന്ന വീട്ടിൽ അപ്രകാരം ജീവികളുടെ ഇപ്രകാരമുള്ള ഈ ചിത്രങ്ങളും രൂപങ്ങളും ഒന്നും വെക്കാതിരിക്കുന്നതാണ് ക്രിസ്ത്യാനിക്ക് നല്ലത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം അതിലൂടെയൊക്കെ പലതരത്തിലുള്ള തിന്മയുടെ പ്രവൃത്തികൾ കടന്നു വരാം. നമ്മളിത് ആരെയും കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. വെഞ്ചരിപ്പിൻ്റെ അന്ന് കിട്ടിയതാണ് അച്ഛാ,
അതെങ്ങനെ വിചാരിക്കും? അവർ തന്നതല്ലേ, എങ്ങനെ കളയും? കളയണമെന്നല്ല, മറിച്ച് അവിടെ നിങ്ങളുടെ വീട്ടിൽ വെക്കണോ വേണ്ടയോ? നിങ്ങളുടെ സ്വസ്ഥത നിങ്ങളുടെ അവകാശമാണ്. അന്യദേവന്മാരെ, ദേവതകളെ വർഷിപ്പ് ചെയ്യുന്ന, ആരാധിക്കുന്ന രൂപങ്ങളും ഭാവങ്ങളും ഒന്നും തന്നെ നമ്മുടെ വീട്ടിൽ വെക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, വിഗ്രഹ ആരാധന പാടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അടുത്തിരിക്കുന്ന ആളോട് പറ, വിഗ്രഹ ആരാധന പാടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ ശാപപീഡയെ നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 16-ാം തിരുവചനം, 27-ന്റെ 16-ാം തിരുവചനം. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ, അധികം വ്യാഖ്യാനം ഒന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പന്റെ അമ്മയുടെയും കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ വീഴാൻ പാടില്ല. ആമേൻ, ആമേൻ. പിടികിട്ടിയോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുടുംബങ്ങളിലൊക്കെ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും ഇപ്പോൾ ഭാരമായിട്ട് മാറി. അവരെ നോക്കാൻ സമയമില്ല. അവരെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തട്ടിയേക്കാം, അവിടെ കൊണ്ട് ഇട്ടേക്കാം, ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പെരുമാറ്റ ശൈലി നമുക്ക് നല്ലതല്ല. മാതാപിതാക്കളുടെ കണ്ണുനീര് കുടുംബത്തിൽ വീഴാൻ പാടില്ല. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഒരു ശാപമാണ്, തലമുറകളുടെ ഒരു ശാപമായിട്ട് കിടക്കുമെന്ന്. നമ്മളിപ്പോൾ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ മുൻ തലമുറകളിൽ അപ്രകാരം ഏതെങ്കിലും മാതാപിതാക്കളുടെ കണ്ണുനീരൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനൊരു കടമയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി സംഭവിക്കുന്നില്ല, അതായത് മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുകൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. മൂന്നാമത്തെ ശാപത്തെ തിരുവചനം പഠിപ്പിക്കുന്നത് നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 17-ാം തിരുവചനമാണ്. 17-ാം തിരുവചനം. അയൽക്കാരന്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി ബന്ധം, അയൽവാസി ബന്ധം, അയൽപക്ക ബന്ധത്തെ ശ്രദ്ധിച്ചോണം. അയൽപക്ക ബന്ധങ്ങളെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അയൽവാസിയെ നീ ശത്രുവായിട്ട് കണക്കാക്കി അവരെ നശിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയേക്കരുത്. ഒരുപക്ഷെ നമ്മുടെ മുൻ തലമുറകളിൽ അങ്ങനെയുള്ള ചില പ്രവൃത്തികൾ സംഭവിച്ചിട്ടുണ്ടാവും. വെട്ടിപ്പിടിച്ചെടുത്തതായിരിക്കും. അയൽവാസിയുടെ സ്വത്തും കൂടെ ഇങ്ങോട്ടെടുത്തു, അവൻ ദുർബലനായിരുന്നു, അവൻ്റെതും കൂടെ ഇങ്ങനെ അതിർത്തിക്കല്ല് അല്ലെങ്കിൽ വേലി കെട്ടി, മതിൽ കെട്ടി ഞാൻ സ്വന്തമാക്കി. അങ്ങനെ അയൽവാസികളെ വേദനിപ്പിക്കുകയും അയൽവാസികളെ നിന്ദിക്കുകയും അവരോട് മറുതലിക്കുകയും അവരെ കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു അതൊരു ശാപപീഡ പോലെ തലമുറകളിൽ കിടക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇപ്പൊ എത്ര ശാപങ്ങളെ പഠിച്ചു? 3. നാലാമത്തെ ശാപത്തെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം. 27-ന്റെ 18-ാം തിരുവചനം. കുരുടനെ വഴി തെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കുരുടൻ എന്ന് പറഞ്ഞ ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാത്ത ആളുകളെ നീ വിഷമിപ്പിക്കരുതെന്നർത്ഥം. വയ്യാത്ത ആളുകൾ, പലതരത്തിൽ കുറവുകളുള്ളവർ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട് എന്ന് കരുതി അവരെ കളിയാക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും നിന്നെയൊക്കെ എന്തിനു കൊള്ളാം, വെറുതെ തിന്നുറങ്ങി കുടുംബത്തിൽ കഴിയുകയാണല്ലോ. വയ്യാത്ത ആളുകളോട് നമ്മളുടെ സംഭാഷണമൊക്കെ ശ്രദ്ധിക്കണം. വയ്യാത്തവരോട് കേട്ടോ, ഈ ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ടല്ലോ. നമുക്കറിയാം, ശാരീരികമായി ഏതെങ്കിലും സ്വാധീനക്കുറവുള്ള വ്യക്തികളോട് നമുക്ക് കരുണയോടുകൂടെ പെരുമാറണം. നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവർ ഏതെങ്കിലും വ്യക്തികളോട് ക്രൂരമായി പെരുമാറി അവരെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കടമ എന്താ? നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 5-ാമതായിട്ട് പഠിപ്പിക്കുന്ന ശാപം നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം. 19-ാം തിരുവചനം. പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. 3 ഗ്രൂപ്പുകളെ പറയണം. ഒന്ന് പരദേശി, മറ്റൊന്ന് അനാഥൻ, മൂന്നാമത്തത് വിധവ. എന്താ ഈ 3 ഗ്രൂപ്പിൻ്റെ പ്രത്യേകത? ആരും തുണയില്ലാത്തവരാണിവർ. എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരാണ്.
അങ്ങനെയുള്ളവരോട് കരുണയോടുകൂടെ പെരുമാറണം. അങ്ങനെയുള്ളവരെ വിഷമിപ്പിക്കരുത്. ദുർബലരായിട്ടുള്ളവരെ വിഷമിപ്പിക്കരുത്. അതൊരു ശാപമായിട്ട് കിടക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവർ ഇപ്രകാരം ഏതെങ്കിലും വ്യക്തികളോടൊക്കെ നമുക്ക് ആരോഗ്യമുണ്ട്, അത് പാവങ്ങളായിരുന്നു, അവരുടെ മേൽ ആധിപത്യം പുലർത്തി അവരേതെങ്കിലുമൊക്കെ തരത്തിൽ വിഷമിപ്പിക്കുകയും കരയിപ്പിക്കുകയും ജീവിതത്തിൽ മരണം വരെ വരുത്തി വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്കിലേ ആയിരം തലമുറകളുടെ അനുഗ്രഹം നമുക്ക് കിട്ടൂ. ഇല്ലെങ്കിൽ ആ ശാപപീഡ അവിടെ കിടക്കും, ആ കണ്ണുനീർ അവിടെ കിടക്കും, ആ കണ്ണുനീരൊരു നിലവിളിയായിട്ട് അവിടെ കിടക്കും. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, പാവപ്പെട്ടവരെ വിഷമിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. 5 ശാപപീഡകളെ കുറിച്ച് പഠിച്ചു നമ്മൾ. 6, 7, 8, 9. ഇനി വരുന്ന 4 പാപമേഖലകൾ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില പാപമേഖലകൾ, പ്രത്യേകിച്ച് ലൈംഗിക പാപബന്ധങ്ങളോട് ബന്ധപ്പെട്ടാണ്. കാരണം ഈ മേഖല നമ്മൾ തിരിച്ചറിയണം. ഇതൊന്ന് വായിക്കുന്ന നല്ലതാണ്. 6ാമത്തെ ശാപപീഡ, നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 20-ാം തിരുവചനം, 27-20. പിതാവിന്റെ ഭാര്യയോട് കൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉദ്ദേശിക്കുന്നത് ഇൻസെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഡുണ്ട്. INCEST എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ലൈംഗിക പാപബന്ധങ്ങളെയാണ്. മകളെ അപ്പൻ ദുരുപയോഗിക്കുന്നു. കഴിഞ്ഞിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ സങ്കടം, അവൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ അവന് പറ്റുന്നില്ല. ഞാൻ അവനോട് സംസാരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞ കാര്യം, അച്ഛാ, ഞാൻ ഈ മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കണ്ട് എൻ്റെ തലയ്ക്കകത്ത് ഇപ്പം അങ്ങനെയാണ് ചിന്തകളും ധാരണകളും ഒക്കെ. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ മുഖത്ത് പോലും നേരെ ചൊവ്വേ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ അശ്ലീല ചിത്രങ്ങളും ചിന്തകളുമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്, അമ്മയെക്കുറിച്ച് പോലും. ഞാനിത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഒരു ശാപപീഡ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാണ്. മൊബൈൽ അതിൽ തന്നെ നന്മയാണ്, എന്നാൽ അത് വേണ്ടവിധം ഉപയോഗിക്കാൻ പറ്റാതെ പ്രത്യേകിച്ച് അശ്ലീലമായ കാര്യങ്ങൾക്ക് വേണ്ടി കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന വലിയ ഒരു ബിസിനസ്സും പാപകരമായ ബിസിനസ് തന്നെയാണ് ഈ പോൺ വെബ്സൈറ്റുകൾ. അശ്ലീല വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നവർ, അശ്ലീല ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇത് അടുത്ത വളർന്നു വരുന്ന ജെൻസി പുതിയ തലമുറയ്ക്ക് മാത്രമല്ല, മുതിർന്നവരും ശ്രദ്ധിക്കണം. കാരണം ഈ പാപപ്രവൃത്തി ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രൂപത്തിൽ കാണാം. ആരും ചോദിക്കാനും പറയാനും വരത്തില്ല. എന്നാൽ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം കണ്ടു തീർന്നു എന്ന് ചിന്തിക്കരുത്. കണ്ടതെല്ലാം നമ്മുടെ തലയ്ക്കകത്തോട്ട് കയറിയിരിക്കും. കണ്ടതെല്ലാം തലയ്ക്കകത്തോട്ട് കയറിയിരിക്കും. പിന്നെ നീ ഒരു മനുഷ്യനെ നോക്കുമ്പോൾ നിന്റെ ഉള്ളിൽ വരുന്നത് ഈ അശ്ലീല ചിത്രങ്ങളായിരിക്കും, ഈ അശ്ലീല ചിന്തകളായിരിക്കും. രാത്രി കിടന്നുറങ്ങുമ്പോൾ നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്നത് ഈ അശ്ലീല ചിന്തകളും ചിത്രങ്ങളും ആയിരിക്കും. നിനക്ക് ഏകാഗ്രത കിട്ടത്തില്ല, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, താളം തെറ്റും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, കൊന്ത ചെല്ലണം, വചനം വായിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു 5 മിനിറ്റ് ആ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി ചില സ്റ്റോറികളും റീൽസും ഒക്കെ കണ്ടിട്ട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു, കൊന്ത ചെല്ലാൻ പോകുന്നു. പക്ഷേ 5 മിനിറ്റ് സമയം, ഈ 5 മിനിറ്റ് സമയം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വഴി സംഭവിക്കുന്ന കാര്യം എന്നാണെന്നറിയാവോ? പിന്നീട് നിനക്ക് കൊന്ത ചെല്ലാനും വചനം വായിക്കാനുമുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്കറിയാം, നമ്മൾ അനുദിനം അനുഭവിക്കുന്ന കാര്യം. ഞാനിത് പറയുന്നത് ഇതൊന്നും മോശമാണെന്നല്ല, മറിച്ച് മൊബൈൽ ഫോൺ മോശമാണെന്നല്ല, മറിച്ച് ഇപ്രകാരമുള്ള അശ്ലീല കാര്യങ്ങളുടെ പുറകെ പോകുന്നതും മൊബൈൽ ഫോൺ നമ്മളെ നിയന്ത്രിക്കും. നമ്മളാണ് മൊബൈലിനെ നിയന്ത്രിക്കേണ്ടത്. നിയന്ത്രിക്കാൻ പറ്റാത്ത വണ്ണം അടിമപ്പെട്ടു പോകുന്നതും ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ച് അശ്ലീലമായ കാര്യങ്ങൾ കാണുന്ന ശൈലികളോ സ്വഭാവ രീതികളോ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം.
പിശാച് വ്യക്തിയിൽ പ്രവേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ തിന്മ ആ വ്യക്തിയുടെ കണ്ണുകളിലൂടെ ഉള്ളിലോട്ട് പ്രവേശിക്കും. തിന്മയ്ക്ക് അങ്ങനെ ഒരു ഈവിൾ പവറാണ്, അതൊരു പവറാണ്, അത് വ്യക്തിയുടെ ഉള്ളിലോട്ട് പ്രവേശിക്കും. വളരെ സൂക്ഷിക്കണം. പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. സ്വഭാവത്തിൽ വൈകൃതങ്ങൾ സംഭവിക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദേ അടുത്ത ലൈംഗികമായിട്ടുള്ളൊരു പാപമേഖലയെ ഓർമ്മപ്പെടുത്തുന്നത് ശാപത്തെക്കുറിച്ചുള്ള 7ാമത്തെ ശാപം. നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 21-ാം തിരുവചനം 21. മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടു. മൃഗവുമായി ഇണചേരുന്നവൻ. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചിലരൊക്കെ ചിന്തിക്കും ഇങ്ങനെയൊക്കെ പാപമേഖലകളുണ്ടോ? ഉണ്ടെന്ന്. ഇതൊരു പൈശാചിക പീഡയാണ്. ഇതിന് ഇംഗ്ലീഷിൽ ബെസ്റ്റിയാലിറ്റി എന്നാ പറയുന്നത്. BESTIALITY, ബെസ്റ്റിയാലിറ്റി. മൃഗവുമായിട്ടുള്ള ലൈംഗിക പീഡകളാണ്. അടുത്ത 3ാമത്തെ ലൈംഗികമായിട്ടുള്ളൊരു പാപപീഡ. നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 22-ാം തിരുവചനം 27-22. തന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ മകളായ സ്വസഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. മറ്റൊരു അഡൽട്ടറി, വ്യഭിചാര ദുർഭൂതത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. ഒരു മേഖലയും കൂടെയുണ്ട്. അടുത്ത വചനം 27, 23 കൂടെ വായിച്ചേ. അമ്മായിമ്മയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. ഫോർണിക്കേഷൻ, ലൈംഗിക പാപമേഖലകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ 4 തരത്തിലുള്ള ഒരു ലൈംഗിക മേഖലകളിലെ ശാപപീഠകളെ കുറിച്ച് മനസ്സിലാക്കി. ഒന്ന് അഡൽട്ടറി, നമുക്കറിയാവുന്ന പൊതുവായുള്ളത് നമ്മൾ അറിയാവുന്നൊരു വേർഡാണ് അഡൽട്ടറി, വ്യഭിചാരം. ഫോർണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതക്കാരുടെ ഇടയിലുള്ളത്. മറ്റൊന്നാണ് ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞത്. 4ാമത്തത് ബെസ്റ്റിയാലിറ്റി. ഈ 4 മേഖലകളെ, ലൈംഗിക പാപ മേഖലകളെ വിശുദ്ധ ഗ്രന്ഥം വെച്ചിട്ട് നമ്മളോട് പറയുന്നത് ശാപപീഠകളാണ്. തലമുറകളായിട്ട് കിടക്കുന്ന അവിശ്വസ്തതയുടെ ശാപപീഠകളാണ്. ഇത് നമ്മൾ പറയുമ്പോൾ നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ ഒരു കടമയുണ്ട്. നമുക്ക് മുമ്പ് ജീവിച്ച് കടന്നുപോയവർ എങ്ങനെ ജീവിച്ചെന്നറിഞ്ഞുകൂടാ. ചില ലൈംഗിക പാപപീഠകൾ അങ്ങനെ കിടന്നതുകൊണ്ട് തലമുറകളിലൂടെ, ചില കുടുംബങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, തലമുറകളിലൂടെ അവിശ്വസ്തത, ജഡിക പാപത്തിന്റെ പീഡകൾ തലമുറകളിലൂടെ പടരുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 10ാമത്തെ ശാപപീഡയെ വചനം പഠിപ്പിക്കുന്നത് 27-ാം അധ്യായം 24-ാം തിരുവചനം 27-24. അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടു. കൊലപാതകം എന്ന് പറയുന്ന ഒരു പാപം. കൊലപാതകം, അതിന്റെ ഗൗരവം നമുക്കറിയാം, അധികം വിശദീകരണം വേണ്ട. 27-25 11ാമത്തെ ശാപപീഡയാണ്. നിർദോഷിനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകത്തിന് കൂട്ടുചേരലാണ്. കൊലപാതകത്തിന് കൂട്ടുചേരൽ. 12ാമത്തെ ശാപത്തെ പഠിപ്പിക്കുന്നു 27-ാം അധ്യായം 26-ാം തിരുവചനം. ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അതായത് നിയമം അനുസരിക്കാത്തവൻ, ദൈവം പറയുന്ന കാര്യം അനുസരിക്കാൻ തയ്യാറല്ലാതെ തോന്നിവാസത്തിന് നടക്കുന്നവരെ കുറിച്ചാണ് വചനം. അതൊരു ശാപപീഡയാണ്. അത് തലമുറകളായിട്ട് കിടക്കുന്നവരും. തോന്നിവാസം, ദൈവകാര്യങ്ങളോടൊന്നും താല്പര്യമില്ല. ദൈവം അങ്ങനെയൊക്കെ പറയും, ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കണം, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, ദൈവം ആരാണ്, ദൈവം എവിടെ ഇരിക്കുന്നു എന്നിങ്ങനെ ദൈവത്തെയും ദൈവകാര്യങ്ങളെയും ധിക്കരിക്കുക. പള്ളി പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയോടൊക്കെ മല്ലിടുക. എപ്പോഴും എൻ്റെ കാര്യം മാത്രം, എൻ്റെ സുഖം മാത്രം, എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും. അതൊരു ശാപപീഡയാണ്. വിശുദ്ധ ഗ്രന്ഥം ഇന്ന് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ തിരുവചനങ്ങൾ നമ്മൾ വായിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ഒരു മർമ്മം, നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള തിന്മ പ്രവർത്തികളിലൂടെ കടന്നുപോയെങ്കിൽ അതൊരു ശാപമായിട്ട് കിടക്കുന്നു ആ മണ്ണിൽ, ആ വീട്ടിൽ തലമുറകളായി. അത് നമ്മുടെ സ്വഭാവത്തിൽ പോലും വരും. ആയതിനാൽ നമുക്കുള്ള കടമ 1000 തലമുറകൾ വരെ കരുണ വർഷിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാൽവരി മലയിൽ കുരിശിൽ ഈശോ മരിച്ചപ്പോൾ ഈ ശാപത്തെ, തലമുറകളായിട്ടുള്ള ശാപത്തെ കുരിശിൽ എന്നേക്കുമായി ഈശോ നിഷ്കാസനം ചെയ്തു, നിർവീര്യമാക്കി. ഇത് നമ്മൾ തിരിച്ചറിയണം, ഇത് നമ്മൾ അവകാശമായിട്ട് സ്വീകരിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 20-ാം പുറപ്പാട് പുസ്തകം 20:6, എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ചാടി എഴുന്നേറ്റ് നിന്നേ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ചാടി എഴുന്നേറ്റ് നിന്നോ. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, നന്നായിട്ട് പ്രാർത്ഥിക്കണം. അടുത്തിരിക്കുന്നവരൊക്കെ വിളിച്ചെഴുന്നേപ്പിക്കുക കേട്ടോ. അവരൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ കണ്ണടക്ക ഇരിച്ചിരിക്കുക, അവരൊക്കെ എഴുന്നേപ്പിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് കാലാകാലങ്ങളായിട്ടുള്ള കുടുംബങ്ങളുടെ തലമുറകളുടെ ശാപത്തെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇനി മേലിൽ ശാപത്തിന് നമ്മുടെ മേൽ അവകാശമില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ കൂടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച്, കാൽവരി മലയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിൻ്റെ തിരുരക്തത്താൽ, തിരുക്കുരിശിനാൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞാൻ, എൻ്റെ കുടുംബം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ശാപങ്ങൾക്ക്, പാപങ്ങൾക്ക്, ബന്ധനങ്ങൾക്ക് എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും അവകാശമില്ല. എന്നെ പീഡിപ്പിക്കുന്ന, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന സാത്താനെ ഇനിമേൽ നിനക്ക് അധികാരമില്ല. എൻ്റെ മേൽ അധികാരമില്ല, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അധികാരമില്ല. ഞാനും എൻ്റെ കുടുംബവും യേശുവിൻ്റെ സ്വന്തമാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോ, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷ സമയത്ത് കാലാകാലങ്ങളായി നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തി ജീവിതത്തിലുള്ള സകല തിന്മയുടെ നാരക ശക്തികളും യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചവനെ, നിന്റെ തിരുരക്തത്താൽ, തിരുക്കുരിശിനാൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്താൽ സകല തിന്മയുടെ കെട്ടുകളും അഴിയപ്പെടട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ്റെ കുടുംബത്തെ മനസ്സിലോർക്കുക. അപ്പൻ, അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അമ്മ, അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, ആ തലമുറകളെ മുൻവശത്തോട് ചിന്തിക്കുക. ഓ ദൈവമേ, എൻ്റെ അപ്പനിലൂടെ കടന്നു വന്നിട്ടുള്ള, എൻ്റെ ഡാഡിയിലൂടെ കടന്നു വന്നിട്ടുള്ള സകല തിന്മയുടെ നാരക ശക്തികളെയും പാരമ്പര്യ പീഡകളെയും പാരമ്പര്യ ശാപങ്ങളെയും യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്നു. അമ്മയുടെ കുടുംബത്തെ ഓർക്കുക. അമ്മയുടെ അമ്മ, അമ്മയുടെ അപ്പൻ, അമ്മയുടെ സഹോദരന്മാര്, അതോടൊപ്പം തന്നെ അമ്മയുടെ മുൻ തലമുറകളെ ഓർക്കുക. യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ അമ്മയുടെ കുടുംബത്തിലൂടെ കടന്നു വന്നിട്ടുള്ള സകല തിന്മയുടെ നാരക ശക്തികളെയും യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ജീസസ്, യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു വിടുതൽ ഈ ദൈവജനത്തിലേക്ക് സംഭവിക്കപ്പെടട്ടെ. അത്ഭുതകരമായൊരു വിടുതൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സകല തിന്മയുടെ നാരക ശക്തികളെ യേശുവിന്റെ കുരിശിനാൽ ബന്ധിക്കുന്നു. സാത്താനിന് ഞങ്ങളുടെ മേൽ അവകാശമില്ല. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പോരാ. വിളിക്കട്ടെ. The mighty power. 1000 തലമുറ വരെ കരുണ കാണിക്കുന്ന എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിലേക്ക് പ്രവർത്തിക്കണമേ. എൻ്റെ കുടുംബ ബന്ധങ്ങളിലേക്ക് പ്രവർത്തിക്കണമേ. എൻ്റെ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തിക്കണമേ. എൻ്റെ കൃഷി ഇടങ്ങളിൽ പ്രവർത്തിക്കണമേ. എൻ്റെ ജീവിത വ്യാപാരങ്ങളിൽ പ്രവർത്തിക്കണമേ. എൻ്റെ ബന്ധങ്ങളിൽ പ്രവർത്തിക്കണമേ. സഹോദര ബന്ധങ്ങളിൽ പ്രവർത്തിക്കണമേ. എൻ്റെ കൂട്ടുകെട്ടിൽ പ്രവർത്തിക്കണമേ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. വരുന്ന തലമുറകളിൽ പ്രവർത്തിക്കണമേ. യേശുവേ, വിശ്വസിക്കുന്നു. ആമേൻ. ഈശോയേ, നിന്റെ കരുണയിൽ വിളിച്ചേ. നിന്റെ കരുണയിൽ ഈശോയേ, നിന്റെ കരുണയിൽ ഒരിക്കൽ കൂടെ വിളിച്ചേ. ഈശോയേ,
നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. കരുണയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ ശിരസ് മുതലുള്ള കാല് വരെ ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവെ, എല്ലാ രോഗപീഠകളെയും ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യ രോഗപീഠകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യ ശാപപീഠകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിലുള്ള ഞെരുക്കങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജഡിക പാപങ്ങളുടെ പീഡകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളിൽ കടന്നു വരുന്ന ലൈംഗിക വൈകൃത പാവ പീഡകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിശ്വസ്തതയുടെ തിന്മയുടെ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വെറുപ്പിന്റെ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ, ദൈവത്തിന്റെ അത്ഭുത ശക്തി എന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കട്ടെ. എന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കട്ടെ. നാവിന്റെ ദുരുപയോഗത്തിന്റെ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കലഹത്തിന്റെ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും അഭിഷേകം ഒഴുകപ്പെടട്ടെ. അനുസരണക്കേടിന്റെ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് അഭിഷേകം ഒഴുകട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നെറ്റിയില് കുരിശടയാളം വരച്ച് ഓരോ വ്യക്തിയും വിശ്വസിക്കുക, എൻ്റെ മേൽ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവര് ഒച്ചത്തിൽ പറഞ്ഞ് ആമേൻ, ആമേൻ, ആമേൻ. സാധിക്കുന്ന എല്ലാവരും ഒന്ന് മുട്ടുകുത്തുക. ഒരല്പം ത്യാഗം എടുത്തിട്ടാണെങ്കിലും മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. ഈ ആരാധന സമയത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ഈ മേഖലകളിൽ ശാപപീഠകളിൽ വലിയൊരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അല്പം ശാരീരികമായി ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഈശോ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ വർഗം പുറത്തു പോകണമെങ്കിൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് മാത്രം. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നമ്മൾ എടുക്കുന്ന ത്യാഗപ്രവൃത്തിയാണ്. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക, ഈശോയെ, ഈ ആരാധന സമയം എന്നിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. ആ പ്രാർത്ഥനയോടെ ആരാധനയുടെ ഗീതം നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അങ്ങേപോലൊരു ദൈവമില്ല, നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേപോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 എന്നെ വിളിച്ചവനേ, നീ വിശ്വസ്ത ദൈവമല്ലോ. എന്നെ വിളിച്ചവനേ, നീ വിശ്വസ്ത ദൈവമല്ലോ. പാപിയാം എന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. പാപിയാമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേപോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേപോലൊരു ദൈവമില്ല. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ ആരാധന സമയത്ത് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുക. പരിശുദ്ധ അൾത്താരയിലുള്ള ഈശോയെ നോക്കി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കുടുംബങ്ങളിൽ തലമുറകളിലൂടെ കടന്നു വന്നിട്ടുള്ള സകല ശാപപീഡകളെയും ഈ അൾത്താരയിൽ ചേർത്ത് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടുന്ന സമയമാണ്. രണ്ട് കരങ്ങളും അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച് യേശുവേ, യേശുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അന്യദേവന്മാരെ ആരാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളൊരു തലമുറ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവെ, ആ മേഖലകളെ സമർപ്പിച്ച് വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സത്യദൈവത്തെ ആരാധിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമകനും ദൈവമകളും ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ മനസ്സാ വാച ഇപ്രകാരമുള്ള പ്രവൃത്തിയെ അനുകൂലിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയകൾ, അന്യദേവന്മാരെ ആരാധിക്കുക, അന്യദേവന്മാരെ വണങ്ങുക, അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാപപീഡ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ ഈ ശുശ്രൂഷ സമയത്ത് ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിപ്പോൾ വിധിക്കുന്ന നമ്മുടെ വീട്, നമ്മുടെ വീടിൻ്റെ പശ്ചാത്തലങ്ങൾ, നമ്മുടെ കൃഷിസ്ഥലം, നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം മുഴുവൻ യേശുവിന് കൊടുത്ത്, യേശുവേ, തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുള്ള സകല ശാപപീഡകളെയും, പ്രത്യേകിച്ച് ഒന്നാം പ്രമാണ ലംഘനത്തിനെതിരായിട്ട് കടന്നു വന്നിട്ടുള്ള സകല തിന്മയുടെ മേഖലകളെയും കർത്താവെ, ഈ അൾത്താരയിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുൻ തലമുറയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി അപ്രകാരം ഒരു നിന്ദ്യമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കോ, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കോ. ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഒരു പുതിയ അഭിഷേകം, ദൈവശക്തി ആ മേഖലകളിലേക്ക് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ തിരി രക്തത്താൽ, യേശുവിന്റെ കുരിശിനാൽ ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ദൈവ മക്കളിലെ മേലും കുടുംബത്തിന്റെ മേലും പ്രവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ, കർത്താവ് അഴിക്കട്ടെ. യേശുവേ, ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ അഭിഷേകം, കൃപ 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 കൃപ. The mighty power, 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 the mighty power ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്നു. The power. ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ ശക്തി, കുരിശിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി ആ മണ്ണിലേക്ക് വെളിപ്പെടട്ടെ. ലംബ ലംബ റിയ റൂഹ, the mighty power, the mighty power ഈ ശുശ്രൂഷ സമയത്ത് കെട്ടടിയട്ടെ, കെട്ടടിയട്ടെ കർത്താവേ. the mighty power അനേക കുടുംബങ്ങളിലെ പീഡകൾ അഴിയട്ടെ, പൈശാചിക ശക്തികൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ഈശോയെ. പവർ പവർ പവർ. കൈയടിച്ച് കൈയടിച്ച് കൈയടിച്ച്. യെസ്, യേശുവിന്റെ നാമത്തിൽ തലമുറകൾക്ക് കൈയടിച്ച് പാടിക്കേ. തലമുറകൾക്ക് യേശുവേ സംഭവിക്കട്ടെ. യേശുവേ, തലമുറകൾക്ക്. ആമേൻ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ
യേശുവിന്റെ ബലിയുടെ യോഗ്യതയാലേ ശോ ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ ആമേൻ. കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ ആമേൻ. യേശുവിന്റെ തിരുരക്തം. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കളുടെ കണ്ണുനീര് കുടുംബത്തിൽ വീണിട്ടുണ്ടെങ്കിൽ, മുൻ തലമുറകളിൽ വീണിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തില് ആരെങ്കിലും മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അയൽവാസി ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ മേഖലകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളില് അംഗവൈകല്യമുള്ളവരെ വേദനിപ്പിച്ച അനുഭവങ്ങള്, ആരുമില്ലാത്തവരെ വേദനിപ്പിച്ച അനുഭവങ്ങള് കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ഈശോയേ. ആമേൻ. പവർ കൈയടിച്ചേ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും സംഭവിക്കില്ല. കാരണം ഞങ്ങൾ ദൈവമക്കളാണ്, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചേ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. അനർത്ഥങ്ങൾ തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ആമേൻ ആമേൻ. യേശുവേ കരങ്ങൾ ഉയർത്തി. ആമേൻ. മരണത്തെ ജയിച്ചവനേ, ഈശോയേ മരണത്തെ ജയിച്ചവനെ. ശോ. ഈശോയേ ആമേൻ മരണത്തെ ജയിച്ചവനേ, ആമേൻ ആമേൻ. മരണത്തെ ജയിച്ചവനെ കർത്താവായി പാവായി അധിപതിയായി എന്നും ഞങ്ങളിൽ വാഴണമേ. ഞങ്ങളിൽ വാഴണമേ. കർത്താവായിട്ട് അധിപതിയായി എന്നും ഞങ്ങൾ വാഴണമേ. കരങ്ങൾ ഉയർത്തി ഈശോയേ. ശോ. കെട്ടുകൾ പൊട്ടട്ടെ. ആരാധന ആരാധന ആരാധന. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ സകല ബന്ധനങ്ങളും അഴിയട്ടെ, സകല ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തം ആമേൻ. ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം. കരങ്ങൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലൈംഗിക പാപ പീഡകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വ്യഭിചാരത്തിന്റെ ദുർഭൂതത്തെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. തലമുറകളായിട്ട് കടന്നു വന്നിട്ടുള്ള അവിശ്വസ്തതയുടെ പീഡകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആത്മാവ് കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, അശുദ്ധിയെ ബന്ധിക്കട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മുൻ തലമുറയിൽ പെട്ടവര് ഏതെങ്കിലും തരത്തില് ലൈംഗിക പാപ പീഡകളിലൂടെ കുടുംബത്തെ അശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം. അശുദ്ധിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അശുദ്ധിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ 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 കർത്താവേ. ദൈവശക്തി വെളിപ്പെടട്ടെ, അഭിഷേകം വെളിപ്പെടട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. തിന്മകളൊന്നും വരികയില്ല. ശോ. ആരാധന 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 ആരാധന.
ആരാധന, 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 ആരാധന. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻ തലമുറയിൽ ഏതെങ്കിലും കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കൊലപാതകത്തിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന മണ്ണില് രക്തം വീണിട്ടുണ്ടെങ്കിൽ, കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇനിയുള്ള തലമുറകളിൽ കർത്താവെ ഈ ശാപപീഠ വീടല്ലേ, കർത്താവെ ഈ ശാപപീഠ വീടല്ലേ. കർത്താവെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന് ആസക്തിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന് ആസക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് തിന്മകളൊന്നും വരികയില്ല, തിന്മകളും വരികയില്ല, ആമേൻ. അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ശോ, അനർത്ഥങ്ങളൊന്നും. ആമേൻ. ഈ സമയത്ത് തന്നെ കർത്താവിന്റെ ആത്മാവ് പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. പുതിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും വിശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ ശക്തി വെളിപ്പെടുന്നു. നിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടുന്നു. അലർജി രോഗങ്ങളെ കർത്താവ് ശാസിക്കുന്നു. ദൈവശക്തി വെളിപ്പെടുന്നു. യേശുവേ, കർത്താവായിട്ട് അധിപതിയ എന്ന് ഞങ്ങൾ വാഴണമേ. രണ്ട് കരങ്ങൾ ശിരസിൽ അങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ അഭിഷേകം അനേകരിലേക്ക് ശക്തമായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സണ്ണി എന്ന് പേരുള്ള ഒരു സഹോദരന്റെ പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജോസിനെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ലീനയെ കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാളുകളായി ശരീരത്തിൽ ഇത് അലർജി രോഗമുള്ള 8-ലധികം പേരെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഉദര സംബന്ധമായ അസ്വസ്ഥതയുള്ള ത്രേസ്യാമ എന്ന ചേച്ചിയെ കർത്താവ് ഇതാ തൊട്ട് അനുഗ്രഹിക്കുന്നു. നിന്റെ മേൽ അതിശക്തമായ കൃപയൊഴുകുന്നു, അതിശക്തമായ കൃപയൊഴുകുന്നു. മകളെ ഓർത്ത് കരയുന്ന അമ്മേ, അമ്മയുടെ കണ്ണുനീരിന് ഉത്തരമുണ്ട്, ഉത്തരമുണ്ട്. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് സംഭവിക്കട്ടെ, കർത്താവ് ഇത് സംഭവിക്കട്ടെ, കർത്താവ് ഇത് സംഭവിക്കട്ടെ, കർത്താവ് ഇത് സംഭവിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. തലമുറകളിലൂടെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുള്ള തിന്മയുടെ കെട്ടുകളെ കർത്താവ് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം പേർക്ക് കർത്താവ് ഭാഷാവരത്തിന്റെ കൃപ നൽകുന്നു. അനേകം പേർക്ക് കർത്താവ് ഭാഷാവരത്തിന്റെ കൃപ നൽകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചോ. കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് സുമ എന്ന പേരുള്ള ഒരു സഹോദരിയെ പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഈ തലയുടെ മുകളിൽ സൂചി കുത്തുന്നത് പോലെ ശക്തമായ പെയിൻ, വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോ തൊട്ട് അനുഗ്രഹിക്കുന്നു. ഈശോ നിന്റെ കാലുകൾക്ക് ബലം നൽകുന്നു, കാലുകൾക്ക് ബലം നൽകുന്നു. അപ്രകാരം കാലിന് ബലക്കുറവോ, നടക്കുമ്പോൾ വീണു പോകുന്ന അവസ്ഥയോ, കാലിന് വേദനയുള്ളവര് കാല് ചവിട്ടി ആ കാലിൽ ബലം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. കാലിൽ ബലം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഫെമിൻ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയുടെ സ്നേഹം നിന്നിലേക്ക് ഒഴുകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ മേൽ കർത്താവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കുക. നിന്റെ മേൽ കർത്താവ് അതിശക്തമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകർക്ക് ഭാഷാവരത്തിന്റെ കൃപ ലഭിക്കുന്നു കേട്ടോ. ഭാഷാവരത്തിന്റെ കൃപ, ഭാഷാവരത്തിന്റെ കൃപ. നാളുകളായി വിദേശത്ത് പോകാൻ വേണ്ടി നാളുകളായി കഷ്ടപ്പെട്ട് പലതവണ പല ഏജൻസികളുടെ വാതിലുകൾ മുട്ടി പണം പോലും നഷ്ടപ്പെട്ട ആ മകൻ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നു. മകനെ, കർത്താവ് നിന്നിൽ ഇടപെടുന്നു, കർത്താവ് നിന്നെ ഒരുക്കൂടാ, കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ, വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. ബോസ്കോ എന്നുള്ള ഒരു പേരും കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നു. ബോസ്കോ, ഇതാ കർത്താവ് നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ചത് ഏറ്റെടുക്കണം, വിശ്വസിച്ചത് ഏറ്റെടുക്കുക. തീ പൊള്ളലേറ്റതിന് ശേഷം ദിവസങ്ങളായി ആ മുറിവ് ഉണങ്ങിയിട്ടില്ല, പൊള്ളലേറ്റ സ്ഥലം പഴുത്തിരിക്കുന്നു. വിഷമിച്ച് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തി, ആ സഹോദരി, കർത്താവ് ഇതാ തൊടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഓൺലൈനിൽ പങ്കെടുക്കുന്ന അനേകർക്ക് കർത്താവിന്റെ കൃപ ഒഴുകപ്പെടുന്നു, കൃപ ഒഴുകപ്പെടുന്നു. ഡിപ്രഷൻ മൂലം ദിവസങ്ങളായി കിടന്ന കിടപ്പില് ഉറക്കം
അസ്വസ്ഥത, മടി, ഒന്നും ചെയ്യാൻ ഉത്സാഹമില്ല, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അപ്രകാരമുള്ള മറ്റൊരു സ്ത്രീയെ കർത്താവ് ഇതാ കൈക്ക് പിടിച്ച് ബലം കൊടുക്കുന്നു. ഈശോ നിനക്ക് ബലം നൽകുവാണ്. ഈശോ നിനക്ക് നൽകുന്ന ബലമാണ്. സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. വിശ്വസിക്കുക. എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. യെസ്, എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് എൻ്റെ സഹോദര, സഹോദരി, നീ വിശ്വസിക്കൂ. ഇവിടെ വന്ന് ഇപ്പൊ പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. യെസ്, 1000 തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. നിങ്ങളതങ്ങ് വിശ്വസിച്ചോ. നിങ്ങളുടെ കൺവെട്ടത്തത് കാണും. ഇന്ന് നീ കടന്നു പോകുന്ന തകർച്ചയ്ക്ക് മുമ്പിൽ നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടെന്ന് നിനക്ക് തോന്നും. മകളിന് തിരിച്ചു വരില്ല എന്ന് അമ്മയ്ക്ക് തോന്നും. എന്നാൽ കർത്താവ് കൊണ്ടുവരും. കർത്താവ് കൊണ്ടുവരും. ജോലി നഷ്ടപ്പെട്ടിനി ജീവിതത്തിൽ എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കേണ്ട സഹോദര, കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കും. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നിന്നെ നടത്തും. വിശ്വസിക്കൂ. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനി എന്നെ നടത്തും. വഴി ദൈവം തുറക്കും. ദൈവത്തിനറിയാം എന്നാ വേണ്ടതെന്ന്. നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പക്ഷേ ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. നിന്റെ ദൈവം നിനക്ക് പ്രതിഫലം നൽകും. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പ്രിയരെ, നമ്മൾ തുടർന്ന് ദീപികാരുണ്യ ആശീർവാദ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഒരുക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ്. ഈ ആശീർവാദം ഈ അൾത്താരിൽ നിന്ന് ആരംഭിച്ച് ദൈവജനത്തിൻ്റെ പക്കലേക്ക് കടന്നു വന്ന് ആശീർവദിക്കും. ഈ ആശീർവാദ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ എഴുതിക്കൊണ്ടുവന്ന ചെറുത് പേപ്പറിൽ എഴുതിയ പ്രാർത്ഥനാ നിയോഗം അൾത്താരെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ ദൈവം പ്രതിഫലം നൽകുന്ന ദൈവം, കണ്ണുനീരിന് ഉത്തരം നൽകുന്ന ദൈവം ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടും. കരങ്ങൾ കൂപ്പിപ്പിടിച്ചേ. പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോഴുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഈ ആശീർവാദം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ പല വഴികളിൽ എന്നെ ഭാരപ്പെടുത്തുന്നവർക്ക് വേണ്ടിയാണ്. അങ്ങനെ വിശ്വസിച്ചോ. കർത്താവേ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ദേശത്തിൻ്റെ മേലും കർത്താവെ അനുഗ്രഹമായിട്ട് മാറട്ടെ. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോവാണ്. ഈ ആശീർവാദം അൾത്താരിൽ നിന്ന് വരുമ്പോൾ നിൽക്കുന്ന ദൈവജനം നടുക്കോട്ട് ഈ വഴിയിലോട്ട് തിരിഞ്ഞു നിൽക്കണം. അങ്ങനെ നന്ദിപൂർവ്വം പ്രാർത്ഥിച്ചു കൊള്ളണം. പ്രത്യേകിച്ച് നിങ്ങൾ ഈശോയെ നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാനസിക രോഗം മൂലം ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയില്ല, മടുപ്പ്, മരവിപ്പ് അങ്ങനെയുള്ളവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ ആത്മീയ തകർച്ചയിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികൾ, അവർക്ക് വേണ്ടി, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവർ, അനുസരണക്കേട് മൂലം കുടുംബത്തിൽ അസ്വസ്ഥരായി കഴിയുന്നവർ, പൈശാചിക പീഡകൾ മൂലം വിഷമിക്കുന്നവർ, അവർക്ക് വേണ്ടി ഈ അൾത്താരുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ആശീർവാദം നൽകണമേ. ആ വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തുടർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളൊക്കെ അടിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ മേലും കർത്താവേ അങ്ങ് ഇടപെടണമേ. ആഗ്രഹിച്ച് ശക്തിയോടെ കൈയടിച്ച് പാടി പ്രാർത്ഥിച്ചോ. ശക്തിയോടെ കൈകളടിച്ച് യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ
ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ യേശുവേ നന്ദി യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു യേശുവേ 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 ഹല്ലേലൂയ 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 വീണ്ടും ശക്തിയോടെ കൈകളടിച്ച് കൈകൾ കൊട്ടിപ്പാടാം അഭിഷേകത്തോടെ ശക്തിയോടെ രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം ഉറക്കെ രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന കരങ്ങൾ ഉയർത്തിക്കൊട്ട് യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ഉറക്കെ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ സർവ്വയർത്തി ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ഒന്ന് ചേർന്ന് സ്തുതിച്ചാരാധിക്കാം ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കുക ഹല്ലേലൂയ 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 യേശുവേ 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 ആരാധന യേശു രാജാവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 ശക്തിയോടെ കൈകളടിച്ച് പാടാം അഭിഷേകത്തോടെ ശക്തിയോടെ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ തുറന്നിടുവാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി ഉറക്കെ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ കരങ്ങൾ ഉയർത്തി യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ എല്ലാവരും യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രണ്ട് കരങ്ങളും പരിശുദ്ധ അൽത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കർത്താവേ നിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഓ കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവെ. കരങ്ങൾ കൂപ്പി കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗവും അൾത്താരയിലുണ്ട്. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.